ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം നമുക്കിതിൻ്റെ ഗരം മസാല ഉണ്ടാക്കിയെടുക്കണം. ബിരിയാണി മസാല. ഇതിനായിട്ട് ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് 1/2 ടേബിൾ സ്പൂൺ പട്ട, 1/2 ടേബിൾ സ്പൂൺ ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, പിന്നെ ഒരു 1.5 കഷ്ണം തക്കോലം, 1.5 കഷ്ണം തക്കോലം, പിന്നെ ചെറിയൊരു ജാതിക്ക. ഇത് 1/2 കഷ്ണമല്ല, 1/2 കഷ്ണേക്കാളും കുറച്ച് കുറവാണ്. പിന്നെ ഒരു ജാതിപത്രി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഷാജീരകം, ചെറിയ ജീരകമല്ല ഷാജീരകമാണിത്. പിന്നെ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഖസ്ഖസ്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഖസ്ഖസ് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി, ഇപ്പോൾ ഇട്ട് കൊടുക്കണ ആവശ്യമില്ല. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, ഒരു റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അധികം റോസ്റ്റ് ചെയ്യേണ്ട. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഖസ്ഖസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഓൾമോസ്റ്റ് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുത്തതിന് ശേഷം ഇത് ഒന്ന് തണുത്തിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗരം മസാല ബിരിയാണി മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഈ ടേസ്റ്റിയായ അടിപൊളി തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ഇങ്ങനെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് സവാളയാണ്. ഇത് 5 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം, നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗരം മസാലയാണ്. ഇത് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാനുള്ള ഗരം മസാല. ഇത് 2 ടേബിൾ സ്പൂണാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. 1/2 കപ്പ് തൈരാണ്. തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഒരു 5-8 പച്ചമുളക് എടുത്തിട്ട് അരച്ചെടുക്കാം, പേസ്റ്റാക്കിയെടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ആവശ്യമുള്ളത് ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യമുള്ളത് നാരങ്ങയാണ്, നാരങ്ങയുടെ നീര്, 1 നാരങ്ങയുടെ നീരാണ്. പുളി നിങ്ങളനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയോ ചെയ്യാം. 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 തക്കാളി ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിന ഇല. മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ്. പിന്നെ നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള അരിയാണിത്. 3 കപ്പ് അരി, ജീരകശാല റൈസാണിത്, ചെറിയ റൈസാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗരം മസാലയാണ്. ഇതിലൊരു 10 ഏലക്ക, ഒരു 3-4 കഷ്ണം പട്ട, പിന്നെ ഒരു 10 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 5 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് നെയ്യും 1/3 കപ്പും ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 150 ഗ്രാം ഓയിലും നെയ്യുമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബിലിസ്ത ഉണ്ടാക്കണം. ബിലിസ്ത ഉണ്ടാക്കാനായിട്ടാണ് ഇത്ര നെയ്യ് ആവശ്യമുള്ളത്. ഇനി ഈ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓണിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വഴറ്റിക്കൊണ്ട് തന്നെ ബിലിസ്തയാക്കി എടുക്കണം. കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ട് വഴറ്റിയിട്ട് ഇത് ബിലിസ്തയാക്കി എടുക്കണം. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നമുക്ക് ഇത് ബിലിസ്തയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ബിലിസ്ത റെഡിയാണ്. ഇത്ര ആയാൽ മതി, അധികമാവേണ്ട ആവശ്യമില്ല. അധികം ആയിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കോരിയെടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ബിലിസ്ത റെഡിയാണ്. കുറച്ച് കഴിഞ്ഞാൽ കളർ മാറും. കുറച്ച് ഉള്ളി നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്, ഫുള്ള് കോരി എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരച്ചതാണത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് കൂടിയും നമുക്കിത് വഴറ്റിയെടുക്കാം. അങ്ങനെ പച്ചമുളക് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ തലശ്ശേരി ബിരിയാണിക്ക് ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടിയും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം.
മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. മസാല ഇതാ 1 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് സ്മാഷ് ആവണ വരെ, എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ മസാല എല്ലാം നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട്, തക്കാളി എല്ലാം നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മസാല ഒന്ന് ചൂടാക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാല എല്ലാം നന്നായിട്ട് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ശേഷം ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചിക്കൻ ഒരു 3/4 വേവ് ആവണ വരെ 75% കുക്ക് ആവണ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത് കുറച്ച് ബിലിസ്ത എടുത്തിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബിലിസ്തയിൽ നിന്ന് കുറച്ച് ബിലിസ്ത എടുത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് ബാക്കി വെക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇപ്പോൾ റെഡിയാണ്. ഒരു 75% കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ബിലിസ്ത ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ബാക്കി വെക്കാം, ഗാർണിഷ് ചെയ്യാനായിട്ട് ബാക്കി വെക്കാം. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ഇതിൽ ഗരം മസാല കുറവ് തോന്നി, അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ പാകമാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്, എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറച്ച് മസാലയുള്ള ബിരിയാണി ആയിരിക്കും, അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത്ര ആയാൽ മതി. നമ്മൾ മസാല ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. നിങ്ങൾ സാധാ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം അത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. 20 മിനിറ്റ് കുതിർത്തിയാൽ മതി, അധികം കുതിർത്തണ്ട. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അരി വേവിച്ചെടുക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് മാറിയിട്ടുണ്ട്, താഴത്തേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇതാ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങിയാൽ നമുക്കിത് ദമ്മിന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ദമ്മിന് വെക്കാനായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 8 മിനിറ്റ് മാത്രം ഇത് ദം ചെയ്തെടുത്താൽ മതി. നമുക്ക് വീണ്ടും ബിരിയാണി ലെയർ ചെയ്തിട്ട് ദം ചെയ്യേണ്ടതാണ്. അപ്പോൾ 8 മിനിറ്റ് മാത്രം ദം ചെയ്തെടുത്താൽ മതി മൂടി വെച്ചിട്ട്, അധികം ദം ചെയ്യേണ്ട. അപ്പോൾ ഇതാ ഒരു 8 മിനിറ്റിന് ശേഷം നമ്മൾ റൈസ് ഇതാ റെഡിയാണ്. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. 8 മിനിറ്റ് മാത്രം ദം ചെയ്തെടുത്തിട്ടുള്ളൂ, അധികം ദം ചെയ്യേണ്ട. ഇനി നമുക്ക് ലെയറിങ് ചെയ്തിട്ട് ദം ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം, ലെയറിങ് ചെയ്യുക. ലെയറിങ് ചെയ്യാനായിട്ട് മസാല താഴെ ആയിരിക്കും, റൈസ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഹാഫ് റൈസ് നമ്മൾ ഉണ്ടാക്കിയതിൽ ഹാഫ് റൈസ് നമുക്ക് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് റൈസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബിരിയാണി മസാല, തലശ്ശേരി ബിരിയാണി മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, കുറേ ഇടണ്ട. പിന്നെ മല്ലിയില, പുതിന ഇല, ഇതെല്ലാം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്കിയുള്ള റൈസും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫുള്ളും ഇട്ട് കൊടുക്കാം. എല്ലാ റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല, ബിരിയാണി മസാല ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വറുത്തത്, അണ്ടിപ്പരിപ്പും മുന്തിരിയും പിലിസ്തയും
ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഇപ്പോൾ ദം ചെയ്യാനായിട്ട് റെഡിയാണ്. കുറച്ച് കളറും ചേർക്കുന്നുണ്ട്, കുറച്ച് പാലിൽ യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കവർ ചെയ്തിട്ട് ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഇതൊരു 8 മിനിറ്റ് 10 മിനിറ്റ് 8-10 മിനിറ്റ് നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റോളം നമ്മൾ തലശ്ശേരി ദം ബിരിയാണി റെഡിയാണ്. ദം ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ദം ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫോയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇത് റൈസ് വേറെ ആക്കാം, റൈസ് വേറെ പാത്രത്തിലേക്ക് ആക്കാം. ഇതിൻ്റെ സെർവിങ് എന്ന് പറഞ്ഞാൽ റൈസ് വേറെയും മസാല വേറെയും അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിത് സെർവ് ചെയ്യാം. അപ്പോൾ റൈസ് ആക്കിയിട്ടുണ്ട്, വേറെ മസാല വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാണ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചമ്മന്തി, കച്ചുമ്പർ, പപ്പടം, അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ ഒരു ഡിഫറെൻ്റ് ആയ വെറൈറ്റി ആയ ഒരു ബിരിയാണി, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യാന്നിട്ട് ഞങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.